പാലക്കാട്ട് തോൽവിയിൽ സംസ്ഥാന ബിജെപിയിലെ പൊട്ടിത്തെറിക്കിടെ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കെ സുരേന്ദ്രൻ. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവരെയും കള്ളവാർത്ത കൊടുത്തവരെയും കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ഭീഷണി. അതിനിടെ പാലക്കാട് നഗരസഭയിലെ അസംതൃപ്തരായ ബിജെപി കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യർ നീക്കം തുടങ്ങി. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ പല ജില്ലകളിലും ഈ വിമത നീക്കങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് സംസ്ഥാന നേതൃത്വത്തിനെതിരായ പാലക്കാട് നഗരസഭാ അധ്യക്ഷയുടെ പ്രയോഗമാണ് മാധ്യമപ്രവർത്തകർക്കെതിരായ ഇന്നത്തെ പാർട്ടി അധ്യക്ഷന്റെ രോഷത്തിന് ചേരുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തം കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിനെതിരെയായിരുന്നു പ്രമീള ശശിധരന്റെ വിമർശനം. തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പ്രമീള മാത്രമല്ല ആഞ്ഞടിച്ചത്. വി മുരളീധരനും ബി ഗോപാലകൃഷ്ണനും ശിവരാജനും സന്ദീപ് വചസ്പതിയും NDA വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനുമെല്ലാം നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. രാജ്യസന്നദ്ധത കേന്ദ്രം തള്ളിയതോടെയാണ് സുരേന്ദ്രൻ പിന്നെ മാധ്യമങ്ങളെ ലക്ഷ്യമിടുന്നത്. ഇന്നലെ പരിഹാസമായിരുന്നെങ്കിൽ ഇന്ന് ഭീഷണിയുടെ ലൈൻ. അസംതൃപ്തരായ നേതാക്കളുമായി കേന്ദ്ര നേതൃത്വം ഉടൻ ചർച്ച നടത്തും. വിമർശകരെ അച്ചടക്കത്തിന്റെ വാളോങ്ങിയാണ് നേരിടുന്നത്. കൂടുതൽ പരസ്യവിമർശനം പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. ശിവരാജനും പ്രമീളയ്ക്കും നോട്ടീസ് നൽകാൻ നീക്കമുണ്ടെങ്കിലും അസംതൃപ്തർ മറുകണ്ഠം ചാടുമോ എന്ന പേടിയും പാർട്ടിക്കുണ്ട്. പാലക്കാട് നഗരസഭയിലെ അസംതൃപ്തരായ കൗൺസിലർമാരുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തുന്നതായി വിവരമുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നവർക്ക് അഭയം നൽകുമെന്ന സന്ദീപിന്റെ പോസ്റ്റ് അമർഷമുള്ളവർക്കുള്ള സന്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.